ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോ നമ്മൾ ബെൽറ്റ് ഡ്രൈവിൻ്റെ ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. വെലോസിറ്റി റേഷ്യോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗിയർ ഡ്രൈവിൻ്റെ വെലോസിറ്റി റേഷ്യോ ആണ് ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ബെൽറ്റ് ഡ്രൈവിനും വെലോസിറ്റി റേഷ്യോ ഉണ്ട്. ആ വെലോസിറ്റി റേഷ്യോയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലം ഒന്നും ചെയ്യുന്നില്ല, കാരണം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനുള്ള പ്രോബ്ലമാണ്. ടെക്സ്റ്റിൽ നമ്മുടെ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റിൽ തന്നിട്ടില്ല എങ്കിലും ബാലേന്ദ്ര സാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ നോക്കാവുന്നതേ ഉള്ളൂ. സിലബസിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ബെൽറ്റ് ഡ്രൈവിലെ വെലോസിറ്റി റേഷ്യോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. നമ്മൾ വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞ് ഗിയർ ഡ്രൈവിന് പഠിച്ചു. ആ സെയിം റേഷ്യോ തന്നെയാണ് ബെൽറ്റ് ഡ്രൈവിനെ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ബെൽറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് അവിടെ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്ന ആ ടേം ഇല്ല, അതുകൊണ്ട് അതിനെ ഒഴിവാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ ഗിയർ ഡ്രൈവിൽ പഠിച്ച സെയിം റേഷ്യോ തന്നെയാണ് ബെൽറ്റ് ഡ്രൈവിൻ്റെ വെലോസിറ്റി റേഷ്യോ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. N2/N1 = D1/D2. അത് തന്നെയാണ് വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. നമ്മുടെ ഗിയർ ഡ്രൈവിൽ പഠിച്ച സെയിം റേഷ്യോ തന്നെയാണ്. ഇവിടെ 2 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡ്രൈവറിനെയും 1 റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡ്രിവറിനെയാണ്. ആ ഡ്രിവൺ അല്ലെങ്കിൽ ഡ്രൈവർ പുള്ളിയെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഗിയർ അല്ലേ, ഇത് ബെൽറ്റിൻ്റെ കേസ് ആയതുകൊണ്ട് ബെൽറ്റ് കടന്നു പോകുന്ന, ബെൽറ്റ് അതിനെ ചുറ്റി പോകുന്ന ആ പുള്ളിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡ്രിവൺ പുള്ളി, 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡ്രൈവർ പുള്ളി. അപ്പോൾ ഇവിടെ N2/N1 എന്ന് പറഞ്ഞാൽ ഡ്രിവൺ പുള്ളിയുടെ സ്പീഡ് ഡിവൈഡ് ബൈ ഡ്രൈവർ പുള്ളിയുടെ സ്പീഡ്. ആ റേഷ്യോ ആണ് വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അത് = D1/D2, അതായത് ഡ്രൈവർ പുള്ളിയുടെ ഡയമീറ്റർ ഡിവൈഡ് ബൈ ഡ്രിവൺ പുള്ളിയുടെ ഡയമീറ്റർ. അപ്പോൾ ഈ റേഷ്യോ ആണ് വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. N2/N1 = D1/D2. ഇതും നമ്മുടെ പ്രോബ്ലത്തിൽ സിമ്പിളായിട്ട് ചോദിക്കാം. പ്രോബ്ലത്തിൽ ചിലപ്പോൾ ഡ്രിവൺ പുള്ളിയുടെയും ഡ്രൈവർ പുള്ളിയുടെയും വാല്യൂസ് സ്പീഡ് തന്നിരിക്കും. അതിൻ്റെ കൂടെ തന്നെ മേ ബി ഡ്രൈവർ പുള്ളിയുടെ ഡയമീറ്റർ തന്നിരിക്കും. അതിൽ നിന്ന് ഡ്രിവൺ പുള്ളിയുടെ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഡ്രിവൺ പുള്ളിയുടെ ഡയമീറ്റർ എത്രയാണെന്നുള്ള വാല്യൂ കണ്ടെത്താം. അപ്പോൾ അങ്ങനത്തെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിൽ നിന്നും ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് വെലോസിറ്റി റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി വെലോസിറ്റി റേഷ്യോ ഉദ്ദേശിക്കുന്നത് ഈ സ്പീഡ് തമ്മിലുള്ള റേഷ്യോ ആണ് വെലോസിറ്റി റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. അതേ റേഷ്യോ തന്നെയാണ് ഈ D1/D2 ഡയമീറ്റർ തമ്മിലുള്ള റേഷ്യോയും അത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ബെൽറ്റ് ഡ്രൈവിൻ്റെ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി സപ്പോസ് ഈ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മുകളിൽ കൂടെ ബെൽറ്റ് പോകുന്നുണ്ട്. ആ ബെൽറ്റിൻ്റെ തിക്നെസ്സും കൂടെ കൺസിഡർ ചെയ്താണ് നമ്മൾ വെലോസിറ്റി റേഷ്യോ എഴുതുന്നത് എങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. അവിടെ വരുന്ന മോഡിഫിക്കേഷൻ എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഡയമീറ്ററിൻ്റെ കൂടെ, ഓരോ ഡയമീറ്ററിൻ്റെ കൂടെ D1-ൻ്റെ കൂടെ D2-ൻ്റെ കൂടെ തിക്നെസ് എന്ന് പറയുന്ന ടേം ആഡ് ചെയ്ത് എഴുതും. അപ്പം ക്വസ്റ്റ്യനിൽ തിക്നെസ്സും കൂടെ, ബെൽറ്റിൻ്റെ തിക്നെസ്സും കൂടെ തന്നിട്ടുണ്ട് എങ്കിൽ വെലോസിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഡയമീറ്ററിൻ്റെ കൂടെ ആ ബെൽറ്റിൻ്റെ തിക്നെസ്സും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ തിക്നെസ്സും കൂടെ ആഡ് ചെയ്യുന്ന രീതിയിലുള്ള വെലോസിറ്റി റേഷ്യോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെയിം സംഭവം തന്നെയാണ്, ഈ സെയിം റേഷ്യോ തന്നെയാണ്. ഈ D1-ൻ്റെ കൂടെ T, D2-ൻ്റെ കൂടെ T, ആ Tയുടെ വാല്യൂ ആഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ബെൽറ്റ് ഡ്രൈവിൻ്റെ വെലോസിറ്റി റേഷ്യോ. ബെൽറ്റിൻ്റെ തിക്നെസ്സും കൂടെ കൺസിഡർ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വെലോസിറ്റി റേഷ്യോ. N2/N1 = D1 + T ഡിവൈഡ് ബൈ D2 + T. T എന്ന് പറഞ്ഞാൽ ബെൽറ്റിൻ്റെ തിക്നെസ്സാണ് ഉദ്ദേശിക്കുന്നത്. തിക്നെസ് എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിട്ടാണ് തിക്നെസ്, അതുകൊണ്ട് T എന്ന് പറയുന്ന വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വെലോസിറ്റി റേഷ്യോ ഓഫ് ബെൽറ്റ് ഡ്രൈവ്, തിക്നെസ്സും കൂടെ കൺസിഡർ ചെയ്യുന്നു എങ്കിൽ. ഇനി നമ്മൾ നോക്കേണ്ട ഈ വെലോസിറ്റി റേഷ്യോയുടെ കൂടെ പഠിക്കേണ്ട ഒരു സംഭവമാണ് സ്ലിപ്പ് എന്ന് പറയുന്ന ഈ സ്ലിപ്പ് ഓഫ് എ ബെൽറ്റ് ഡ്രൈവ്. ഇത് ഗിയർ ഡ്രൈവിലില്ല, ബെൽറ്റ് ഡ്രൈവിൽ മാത്രമേ ഉള്ളൂ. കാരണം ബെൽറ്റ് ഡ്രൈവിലാണ് സ്ലിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ ഉണ്ടാകുന്നത്. നമ്മൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, നമ്മൾ ആക്ച്വലായിട്ടുള്ള ഈ സ്ലിപ്പ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് തന്നെയാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. അതായത് ബെൽറ്റ് സ്ലിപ്പായി പോകും, പുള്ളിയിൽ നിന്ന് ബെൽറ്റ് സ്ലിപ്പാവുന്നത് മൂലം ഉണ്ടാവുന്ന പവർ ലോസ്, അല്ലെങ്കിൽ പുള്ളിയിൽ നിന്ന് ബെൽറ്റ് സ്ലിപ്പായി പോകുന്നത് മൂലം ഉണ്ടാവുന്ന സ്പീഡിൻ്റെ ലോസ്, അതിനെയാണ് സ്ലിപ്പ് ഓഫ് എ ബെൽറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ലോസ് ഓഫ് സ്പീഡ് അല്ലെങ്കിൽ ലോസ് ഓഫ് പവറിനെയാണ് സ്ലിപ്പ് ഓഫ് ബെൽറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ വർക്കിംഗ് നടക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ പുള്ളിയും ബെൽറ്റും കൂടെയുള്ള അത് ടച്ച് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് മൂലമാണ് പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഈ ബെൽറ്റും പുള്ളിയും കൂടെ ടച്ച് ചെയ്ത് വരുമ്പോഴുണ്ടാവുന്ന ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് മൂലമാണ് ആക്ച്വലി ഈ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ പുള്ളി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബെൽറ്റും കൂടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം 360 ഡിഗ്രി ഈ പുള്ളി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ആ 360 ഡിഗ്രിക്ക് വേണ്ടിയുള്ള അത്രയും ലെങ്ത് ബെൽറ്റ് ഇവിടെ മൂവ് ചെയ്യും. അത്രയും ലെങ്ത് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം 2πr അതായിരിക്കും അതിൻ്റെ സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2πr അത്രയും ലെങ്ത് ബെൽറ്റ് മൂവ് ചെയ്യും.
അപ്പോൾ അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ലിപ്പ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ബെൽറ്റ് സ്ലിപ്പായി പോകുന്നതാണ്. അപ്പോൾ അതായത് ഈ റൊട്ടേഷൻ അനുസരിച്ച്, ഈ പുള്ളിയുടെ റൊട്ടേഷൻ അനുസരിച്ച് അത്രത്തോളം ലെങ്ത് ബെൽറ്റ് മൂവ് ചെയ്യത്തില്ല. അപ്പോഴാണ് സ്ലിപ്പ് വരുന്നത് മൂലം ഇത് അത്രയും ലെങ്ത് ചിലപ്പം ബെൽറ്റ് മൂവ് ചെയ്യത്തില്ല. ഈ പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്ന അത്രയും ലെങ്ത് തന്നെ, ഈ പുള്ളി എത്ര സ്പീഡാണോ റൊട്ടേറ്റ് ചെയ്യുന്ന ആ കറസ്പോണ്ടിങ് ആയിട്ട് അത്രയും ലെങ്ത് തന്നെ ബെൽറ്റ് മൂവ് ചെയ്യണമെന്നില്ല. ബെൽറ്റ് ചിലപ്പോൾ സ്ലിപ്പായി പോകും. അങ്ങനെ ഉണ്ടാവുന്ന ആ കുറവ്, ആ ലോസ് ഓഫ് സ്പീഡിനെയാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സപ്പോസ് ഇതിപ്പം ഡ്രൈവർ പുള്ളിയും ഇത് ഡ്രിവൺ പുള്ളിയാണെന്ന് കരുതുക. ഈ ഡ്രൈവർ പുള്ളിയും ബെൽറ്റും തമ്മിലുള്ള സ്ലിപ്പ് ഉണ്ടാകും. കാരണം പുള്ളി ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ ബെൽറ്റ് മൂവ് ചെയ്യണമെന്നില്ല. ചെറുതായിട്ട് ബെൽറ്റിൻ്റെ സ്പീഡ് കുറഞ്ഞു വന്നിരിക്കും ആ സ്ലിപ്പ് കാരണം. അതായത് ആ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യുന്ന ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് സഫിഷ്യൻ്റ് അല്ലാത്ത സമയത്താണ് ഈ ബെൽറ്റ് സ്ലിപ്പ് ചെയ്ത് പോകുന്നത്. അങ്ങനെ സ്ലിപ്പ് ചെയ്യുന്ന ഈ ഡ്രൈവർ പുള്ളിയും ബെൽറ്റും കൂടെ ഉള്ള ആ ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് സഫിഷ്യൻ്റ് അല്ലാതെ വരുന്ന രീതിയിൽ സ്ലിപ്പ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രിവൺ പുള്ളിയും ബെൽറ്റും തമ്മിലും ആ ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് വേണം. എന്നാൽ മാത്രമേ ഈ ബെൽറ്റ് മൂവ് ചെയ്യുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഡ്രിവൺ പുള്ളിയും കൂടെ റൊട്ടേറ്റ് ചെയ്യത്തുള്ളൂ. ഇവിടെയും സ്ലിപ്പ് ഉണ്ടാകും. ഇവിടെ ബെൽറ്റ് മൂവ് ചെയ്യുന്നതിന് അത്രയും തന്നെ ഈ പുള്ളി റൊട്ടേറ്റ് ചെയ്തില്ല എന്ന് വരാം. ഈ ബെൽറ്റ് മൂവ് ചെയ്ത് ഇപ്പം ബെൽറ്റ് ഒരു 1 മീറ്റർ മൂവ് ചെയ്തുവെങ്കിൽ പുള്ളി റൊട്ടേഷൻ ചിലപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും 1 മീറ്റർ, അതായത് സർക്കംഫറൻസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 മീറ്റർ എത്തിയില്ല എന്ന് വരും. അപ്പോൾ അത് സ്ലിപ്പ് കാരണമാണ്. ബെൽറ്റും ഈ ഡ്രിവൺ പുള്ളിയും കൂടെയുള്ള സ്ലിപ്പ് കാരണമാണ് അവിടെയും ഈ പവർ ലോസ് അല്ലെങ്കിൽ സ്പീഡ് ലോസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ലോസ് ഓഫ് സ്പീഡ് അല്ലെങ്കിൽ ലോസ് ഓഫ് പവറിനെയാണ് സ്ലിപ്പ് ഓഫ് എ ബെൽറ്റ് ഡ്രൈവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ബെൽറ്റ് ഡ്രൈവിൽ മാത്രമേ ഉള്ളൂ. ഗിയർ ഡ്രൈവിൽ ഇങ്ങനെയില്ല. കാരണം ഗിയർ ഡ്രൈവിൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് മൂലം കൊണ്ടൊന്നുമല്ല ഈ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് ചെയിൻ ഡ്രൈവിലും ഗിയർ ഡ്രൈവിലും സ്ലിപ്പ് എന്ന് പറയുന്ന ഫാക്ടർ ഇല്ല. പക്ഷേ ബെൽറ്റ് ഡ്രൈവിൽ സ്ലിപ്പ് എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്. അതായത് ബെൽറ്റ് സ്ലിപ്പായി പോകും, പവർ ലോസ് അല്ലെങ്കിൽ സ്പീഡ് ലോസ് ഉണ്ടാകും. അപ്പോൾ ഈ സ്ലിപ്പും കൂടെ കൺസിഡർ ചെയ്താണ് നമ്മൾ വെലോസിറ്റി റേഷ്യോ എഴുതുന്നത് എങ്കിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് ഞാൻ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. സ്ലിപ്പ് എന്ന് പറയുന്ന ഫാക്ടർ സാധാരണ നമ്മൾ പെർസെൻറ്റേജിലാണ് കാണിക്കുന്നത്. 5% സ്ലിപ്പ് അല്ലെങ്കിൽ 10% സ്ലിപ്പ് എന്നായിരിക്കും ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത്. അപ്പോൾ ആ വാല്യൂ എന്താണോ ആ എസിൻ്റെ, ഇപ്പം 5% സ്ലിപ്പാണെങ്കിൽ 5 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ എഴുതണം. എന്നിട്ടായിരിക്കണം നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്ലിപ്പ് എന്ന് പറയുന്ന ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്താണ് നമ്മൾ വെലോസിറ്റി റേഷ്യോ എഴുതുന്നതെങ്കിൽ നമ്മൾ എഴുതാനുള്ള ഇക്വേഷനാണ് ഇതാ ഈ കൊടുത്തിരിക്കുന്നത്. N2/N1 = d1/d2 × 1 - s/100. ഈ 1 - s/100 ആണ് സ്ലിപ്പ് എന്ന് പറയുന്ന ഫാക്ടറിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ വെലോസിറ്റി റേഷ്യോ, ബെൽറ്റ് ഡ്രൈവിൻ്റെ വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ N2/N1 = d1/d2 ആയിരുന്നു. ഈ സ്ലിപ്പും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ d1/d2ൻ്റെ കൂടെ ഈ ഒരു ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 1 - s/100 എന്നൊരു ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ പറ്റുമെങ്കിൽ കാണാതെ പഠിക്കാം. അപ്പോൾ സ്ലിപ്പ് എന്ന് പറയുന്ന ഫാക്ടറും കൂടെ വരുന്നുവെങ്കിൽ ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ സ്ലിപ്പിൻ്റെ കൂടെ തന്നെ തിക്നെസ്, ബെൽറ്റിൻ്റെ തിക്നെസ്സും കൂടെ കൺസിഡർ ചെയ്യുന്നുവെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ, അതായത് d1 + t d2 + t, ഇതും കൂടെ ഈ തിക്നെസ്സും കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഈ സ്ലിപ്പ് എന്ന് പറയുന്ന ഫാക്ടറിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അതായത് ഈ എഴുതിയിരിക്കുന്ന സെയിം ഇക്വേഷൻ തന്നെ അതിൻ്റെ കൂടെ തന്നെ ടി എന്ന് പറയുന്ന വാല്യൂ, ബെൽറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്ന ആ +t ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിയുടെ കൂടെ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്ലിപ്പും ബെൽറ്റിൻ്റെ തിക്നെസ്സും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള വെലോസിറ്റി റേഷ്യോ ആണ് ഈ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് വെലോസിറ്റി റേഷ്യോ ഓഫ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. ഇതിൽ നിന്നൊന്നും പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സ്ലിപ്പ് ഓഫ് എ ബെൽറ്റ് ഡ്രൈവ് എന്നും പറഞ്ഞുകൊണ്ട് മേ ബി 2 or 3 മാർക്കിന് ചോദിക്കാം. കഴിഞ്ഞ സിലബസിലൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സ്ലിപ്പ് ഓഫ് എ ബെൽറ്റ് എന്ന് പറഞ്ഞ സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ പുതിയ സിലബസിൽ സ്ലിപ്പ് ഓഫ് എ ബെൽറ്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതായത് ഈ പോർഷൻ റിമൂവ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ്റെ ടെക്സ്റ്റിലൊന്നും ഈ പോർഷൻ ഇല്ല. പക്ഷേ നമ്മുടെ ബാലേന്ദ്ര സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈ പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ലിപ്പ് ഓഫ് എ ബെൽറ്റ് ഡ്രൈവ്. അപ്പോൾ ഈ സ്ലിപ്പ് ഓഫ് എ ബെൽറ്റ് ഡ്രൈവ് എന്നും പറഞ്ഞ് 2 or 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എഴുതാനായിട്ട് ഒരു 5-6 സെൻറ്റൻസ് നോക്കി വച്ചേക്കുക. അപ്പോൾ ഈ സ്ലിപ്പ് ഓഫ് എ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉണ്ടാകുന്ന പവർ ലോസ് അല്ലെങ്കിൽ സ്പീഡ് ലോസിനെയാണ്. ഈ പുള്ളിയും ബെൽറ്റും കൂടെ ഉണ്ടാകുന്ന ആ സഫിഷ്യൻറ്റ് ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഇല്ല എങ്കിൽ ലോസ് ഉണ്ടാവും, പവർ ലോസ് അല്ലെങ്കിൽ സ്പീഡ് ലോസ് ഉണ്ടാവും. അതിനെയാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു 3-4 സെൻറ്റൻസ് ഒന്ന് നോക്കി വെച്ചേക്കുക. നമ്മുടെ ബാലേന്ദ്ര സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വെലോസിറ്റി റേഷ്യോ ഓഫ് ബെൽറ്റ് ഡ്രൈവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇക്വേഷൻ മസ്റ്റായിട്ടും കാണാതെ പഠിക്കുക. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഗിയർ ഡ്രൈവിൻ്റെ വെലോസിറ്റി റേഷ്യോ തന്നെയാണ്. ആ നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്ന ആ ടേം ആഡ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ബെൽറ്റ് ഡ്രൈവിൻ്റെ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.